എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ സുഖമാണോ എന്ന് ചോദിക്കണില്ല, പരക്ക മഴയാണ്, എല്ലായിടത്തും മഴയാണ്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, പല പ്രശ്നങ്ങളും ഉണ്ടാവും. വീടിൻ്റെ അടുത്ത് വെള്ളം കയറിയിട്ടും മരം വീണിട്ടും അങ്ങനെ ഒരുപാട് പ്രശ്നത്തിലായിരിക്കും. ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ല മഴയാട്ടോ. പിന്നെ നമ്മൾ എന്താ പറയുക, മുണ്ടക്കൈ ദുരന്തം ഉണ്ടായില്ലേ, അതിൻ്റെ ആ സമയത്തൊക്കെ നല്ലൊരു മഴ ഇല്ലേ, ആ മഴ പോലത്തെ ഒരു മഴ ഇവിടെയൊക്കെ. നമ്മൾ വയനാട്ടിലാണല്ലോ, അപ്പം അതിനൊരു പേടിയുണ്ട് കേട്ടോ. ഉറങ്ങി എണീച്ച് വരിക. അവർക്ക് ശരിയായില്ല, ഇത്ര സമയത്താ? 8 മണി കഴിഞ്ഞില്ലേ? സ്കൂൾ തുറക്കാനായില്ലേ? ഉമ്മാക്ക് എന്ത് കൊള്ളരിക്ക? നിങ്ങൾ പോയ വാവനെ കൊണ്ട് ഉമ്മ ഇടങ്ങാറാവൂലേ? നിങ്ങൾ എടുത്തിടന്ന് ശീലാക്കിയിട്ട് ഈ കുട്ടീനെ എന്തായിട്ടും നിങ്ങൾ സ്കൂളിൽ പോയാൽ? ഞാൻ വീഡിയോയിൽ എന്തെല്ലോ പറയുന്നുണ്ട്, പിന്നെ ഞാൻ ആ വോയിസ് ഒഴിവാക്കിട്ടോ. ഞാൻ എന്താ പറഞ്ഞത് എനിക്ക് തന്നെ ഓർമ്മയില്ല, കിളപ്പിലാന്ന് പറഞ്ഞ് കുറേ സംസാരിച്ചു കേട്ടോ. പിന്നെ ഇന്ന് 40ആയിട്ടോ. എത്ര പെട്ടെന്ന് 40ഒക്കെ ആയതെന്ന് ഞാൻ വിചാരിക്കാം. പഴയ ആൾക്കാർക്ക് കുറച്ച് ദുരാചാരങ്ങളുണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഹലോ ഗൈസ്, അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഉമ്മച്ചി പറഞ്ഞ് ഇതുകൂടെ പോയിട്ട് അടുക്കളയിൽ കൂടെ വരണം, അതൊക്കെ ഒരു ചടങ്ങാണ്. ഇപ്പോൾ പോയിട്ട് വരട്ടെ ഗൈസ്. ഗൈസ് നമുക്ക് അപ്പുറത്ത് കൂടെ പോവാം. ഗൈസ് അപ്പുറത്ത് കൂടെ പോയിട്ട് നമുക്ക് നോക്കായിക്കൂടെ. പെണ്ണ ഗൈസ് ഇപ്പത്തെ കൂടെ ഈ കൂടെ വന്ന് ഗൈസ്. ഇതാ ഗൈസ് ദുരാചാരങ്ങൾ. പിന്നെ ഗൈസ് ഒരു സൽക്കരണം അടക്ക്. മോന് നല്ല കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ വന്നപാട് ഒരു ഉള്ളിവെള്ളം കുടിക്കണം, പഞ്ചസാരയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതൊക്കെ കുടിക്കുകയാണ് കേട്ടോ. എനിക്ക് മടി വെച്ച് അമ്മലൊക്കെ ആവുക. പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി, പുതിയതൊന്നല്ല കേട്ടോ. പുതിയത് മീൻസ് 40,000 എടുത്ത ഡ്രസ്സൊന്നുമല്ല, എൻ്റെ കയ്യിലുള്ള ഡ്രസ്സാട്ടോ. ഇനിയിപ്പോൾ പെരുന്നാളല്ലല്ലോ വരുന്നത്, അപ്പോൾ എന്തായാലും നമ്മൾ എടുക്കുമല്ലോ. അപ്പോൾ വിചാരിച്ച് ഇതിന് 40,000 എടുക്കുമെന്ന് വേണ്ട വിചാരിച്ചിട്ടോ. പിന്നെ മോനിക്കും ഇങ്ങനെ എല്ലാവരും കൊണ്ടു തന്ന കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതിനൊന്നും എടുത്തിട്ട് കൊടുത്ത്. പിന്നെ ഓനക്ക് എടുത്തു കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, പിന്നെ ഒരാൾ പോകാൻ വേണ്ടേ, ഞാൻ തന്നെ പോകണ്ടേ. അപ്പോൾ പിന്നെ അത് സ്കിപ്പ് ചെയ്ത്. പിന്നെ ഗോൾഡൊക്കെ എടുത്തിട്ടാ അന്ന് ഊരി വെച്ചതാ. ഒന്ന് നെറ്റി ഏടിട്ടോടുത്ത് അയൂരോ കുറച്ച് കട്ടിയിലവിടെ വെക്ക്. ഇത് തടിക്കൂലേ ആ പൗഡർ ഇല്ലേ? കൺമശി പൊഞ്ഞവിടെ പൊയ്യ കുപ്പായൊക്കെ ഇട്ടിക്കണോ? അമ്പലം പോലെ അയക്കണോ? പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വിചാരിച്ചു കേട്ടോ. നമ്മൾ സിറ്റ് ഔട്ട് തന്നെയാണ് എടുക്കണത്, പുറത്ത് മഴ ആയതുകൊണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ 2 വിശേഷങ്ങളും കൂടെ ഉണ്ട്. നമ്മുടെ 5000 സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും 1000 താങ്ക്സ് കേട്ടോ. പിന്നെ എന്താ പറയുക, അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതേപോലെ നാളെ എൻ്റെ ബർത്ത്ഡേയും കൂടെ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇന്ന് സാധാ ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ നാളെ എല്ലാവരെയും മക്കളെയും കൂട്ടി ഒന്ന് പുറത്ത് പോകാൻ വിചാരിച്ചു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോയി നമ്മൾ ഫുഡൊക്കെ കഴിക്കണമല്ലേ. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ പ്രസവം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയിട്ടേ ഇല്ല അങ്ങനെയൊന്നും. അപ്പോൾ വിചാരിച്ചു ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് ഒരു ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയാക്കാൻ വിചാരിച്ചു. അപ്പോൾ നാളെ മഴ ഇല്ലെങ്കിൽ നാളെ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടാറ്റാ.